എല്ലാവർക്കും അറിയാം. യൂട്യൂബിൽ കൂടെയൊക്കെയായിട്ട് പരിചയമുണ്ട്. തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവ് സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. ദൈവസന്നിധാനത്തിൽ പൂർണ്ണ സമർപ്പണത്തോടുകൂടി ആയിരിക്കുമ്പോൾ നിശ്ചയമായിട്ട് വലിയ അനുഭവിക്കുന്നവർ കരുണ മധുരമാ
ഒരു തെങ്ങിനും പാറയിൽ കരൾ വെങ്ങും വേലയിൽ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ല. ഞാനത് പാടുമ്പോൾ ചുമ്മാ പാടുമല്ല, ഇതെൻ്റെ ലൈഫിൽ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. 17 വയസ്സിൽ ക്യാൻസർ വന്നു, ഹോട്ട്കിൻസ് ലിംഫോമ എന്ന് പറയുന്നത്. 1 വർഷം ട്രിവാൻഡ്രം RCCയിൽ ചികിത്സിച്ചു. 1 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം 36 കീമോതെറാപ്പി എടുത്തു. കീമോതെറാപ്പി എല്ലാം കഴിഞ്ഞ് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചിക്കുമെന്ന് ഞങ്ങൾ ചെയ്തു, ഇനി വീട്ടിൽ പോകാം, നിങ്ങൾക്ക് പറയാനുള്ളവരോട് പറയാം. 2 ആഴ്ച മരണത്തിന് അവധി വാങ്ങി 2007 ഏപ്രിൽ മാസം 10-ാം തീയതി RCC ഞാൻ പടി ഇറങ്ങിയത്. 2 ആഴ്ചയും കഴിഞ്ഞ് 6 വർഷമാകും എൻ്റെ യേശു ജീവിക്കുന്നു. ഞാൻ പാടിയിൽ അരികിൽ വരാൻ കൃപകൾ തരാൻ യേശുവിനെ പോലെ വേറെ ആരുമില്ല. RCC കയറി കീമോ വാർഡിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആർക്കും പ്രൊഫഷനുമില്ല. ബൈസ്റ്റാൻഡർക്കോ പാരൻസിനോ ആർക്കും അതിനകത്ത് കയറാൻ പറ്റില്ല. കീമോ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം പോലെ വോമിറ്റ് ചെയ്യാൻ തുടങ്ങും. ഞാൻ കിടക്കുന്ന ബെഡിലും എനിക്ക് തന്ന കപ്പിലെല്ലാം ഞാൻ വോമിറ്റ് ചെയ്ത് അതെല്ലാം ഫില്ലാകും. ഭയങ്കര പെയിൻ എടുക്കുമ്പം നേഴ്സിനെ വിളിച്ചാൽ അവർ വരാൻ 20-25 മിനിറ്റ് എടുക്കും. കാര്യം അവർക്ക് എന്നെ മാത്രമല്ല നോക്കണ്ട, വേറെ എന്നാലും 5 പേരെ നോക്കിയിട്ട് അവർ വരത്തുള്ളൂ. പക്ഷെ എപ്പോഴെല്ലാം ഞാൻ യേശുവെ എന്ന് വിളിച്ചു, എപ്പോഴെല്ലാം എന്നെ വിളിപ്പുറത്ത് എൻ്റെ കഥാവുണ്ട്. നേഴ്സിനെ വിളിക്കുമ്പോൾ അവർ വരാൻ 20-25 മിനിറ്റ് എടുക്കും. പക്ഷേ യേശു എന്ന് വിളിച്ചാൽ ആ വിളിയിൽ അങ്ങനെ വന്നിരിക്കും. അവിടെ ഞാൻ പറയും, ഞാനും എൻ്റെ യേശുവും തമ്മിലുള്ള ദൂരം ഞാനും എൻ്റെ വായും തമ്മിലുള്ള ദൂരമാണ്. നീ നിന്റെ വായും തമ്മിലുള്ള ദൂരമാണ്, നീ നിന്റെ യേശു തമ്മിലുള്ള ദൂരം. എത്ര വലിയ സാഹചര്യത്തിനകത്ത് കിടന്ന് പിന്നെ ഒത്തിരി പേരെ വിളിക്കും. നമുക്കുള്ള വാതിലല്ലേ മുട്ടാൻ പറ്റുള്ളൂ, അല്ലേ? കർത്താവ് പറഞ്ഞു, ഞാൻ പുതിയ വാതിൽ തുറക്കാം. ഈ വാതിൽ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് മുട്ടാം. പക്ഷെ പുതിയ വാതിൽ എന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും കണ്ടിട്ടില്ല. There is a brand new door for peace. Never ever seen anyone. ആരും കണ്ടിട്ടില്ലാത്ത പുതിയ വാതിൽ തുറക്കാവുന്ന നിന്നോടുള്ള ദൂതെങ്കിൽ നീ ഇത്ര നാളും മുട്ടിയത് പണ്ടൊക്കെ ആരോ മുട്ടിയ പഴയ വാതില്ല. ഇതുവരെ ഒരു മനുഷ്യനെ മുട്ടാത്ത ഒരു ബ്രാൻഡ് ന്യൂ ഡോർ, അതാ നിനക്ക് വേണ്ടി യേശു തുറക്കും. അതിലാർക്കും മുട്ടാൻ പറ്റില്ല, കാരണം അത് പുതിയ വാതിലാണ്. അത് പുതിയ വാതിൽ, അത് നിനക്ക് വേണ്ടി മാത്രം ദൈവം തുറന്നു വെച്ചിരിക്കുന്ന വാതിൽ. അതിനെ ആരെയും മുട്ടത്തുമില്ല, അതിനെ ആരെയും തുറക്കത്തുമില്ല. അത് നിനക്ക് വേണ്ടി മാത്രം തുറക്കത്തുള്ളൂ. ഏതെങ്കിലും ഡോറിൽ ആരെങ്കിലും മുട്ടുന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് സ്റ്റോപ്പ് ടു നോക്ക്. നീ ആ മുട്ടും നിർത്തുക. ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്നത് പുതിയതാണ്. അവൻ എപ്പോൾ ഞാൻ അവനെ വിളിച്ചോ ആ സെക്കൻഡിൽ എൻ്റെ യേശു എൻ്റെ റൂമിൽ ഇറങ്ങി വന്നിട്ട് എൻ്റെ ബെഡിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എനിക്ക് അവൻ്റെ ചൂടിപ്പോൾ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റുന്നു. എത്ര പേർ അവനെ അനുഭവിക്കുന്നവരല്ല. അവനെ അനുഭവിച്ച പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മുഴുവൻ ഭക്തന്മാരും പറഞ്ഞു, അവൻ തേനിലും മധുരമുള്ളൂ, മധുരമാണ്. ലോകം മുഴുവൻ നിനക്ക് കയ്പ് തന്നാലും ആമേൻ നിനക്ക് മധുരം തരാൻ യേശുവാണ്. ലോകത്തിലെ മുഴുവൻ വ്യക്തികളും മുഴുവൻ ശക്തികളും മുഴുവൻ ചർച്ചകളും നിനക്ക് കയ്പ് തന്നാലും നിനക്ക് മധുരം തരുന്ന ഒരു കർത്താവ്. എത്ര പേരെ കർത്താവ് വിശ്വസിക്കുന്നു? അവനെ വിശ്വസിക്കാൻ കഴിയുന്നവർ കരങ്ങളെ തട്ടിച്ചത്.
സന്തോഷിപ്പിനെന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവിൽ സന്തോഷിക്കണം. കർത്താവിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാം. അവൻ പാപം ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്യും. സ്വതം സന്തോഷമുള്ളതെല്ലാം ഒന്ന് ചിരിച്ചു കാണിച്ചു. സഹോദരന്മാരെ ചിരിക്കുന്നില്ല. നിങ്ങൾ ഒത്തിരി ഭക്തി അഭിനയിക്കണ്ട. അവൻ പൗലോസ് പറഞ്ഞു കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കും. ഫിലിപ്പിയ ലേഖനത്തിൽ 6-7 പ്രാവശ്യം പറഞ്ഞു കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. സന്തോഷിപ്പിക്കും. റിജോയ്സ് ഇൻ ദി ലോർഡ് ഓൾവേസ്. പൗലോസ് ഇത് പറയുമ്പോൾ പൗലോസ് സന്തോഷിക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ല അവൻ. ബിക്കോസ് ഹി വാസ് ഇൻ ദ പ്രിസൺ, ജയിലില്.
ആദ്യത്തെ കാരാഗ്രഹവാസത്തിൽ പൗലോസിന്റെ കൂടെ ശീലാസുണ്ട്. അപ്പോസ്തലനും ശീലാസ് പ്രവാചകൻ. അപ്പോസ്തലൻ അല്ലെങ്കിൽ കൂടി പ്രവാചകന്മാരുണ്ടെങ്കിൽ നമ്മൾ നല്ലതായിട്ട് ആരാധിക്കും അല്ലേ? പുള്ളൂരിൽ നിന്നോ കൊട്ടാരക്കരയിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രവാചകന്മാരാണെങ്കിൽ we did our best അല്ലേ? എപ്പോഴെല്ലാം വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം നമ്മൾ ഏറ്റവും ബെസ്റ്റ് ചെയ്യും. സാധാ പാസ്റ്ററൊക്കെ ആണെങ്കിൽ ഈ അപ്പോസ്തലനും പ്രവാചകൻ ഇവർ രണ്ടുകൂടെ ഒരുമിച്ച് കൂടിയപ്പോൾ രണ്ട് കല്ല് തമ്മിൽ ഒരസിയ തീ കത്തുന്ന പോലെ ആദ്യത്തെ കാരാഗ്രഹവാസത്തിൽ ഒറ്റ പാട്ട് പാടി, ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവിന് ഇരിക്കപ്പുറത്ത് വന്നില്ല, ഒരു ഭൂകമ്പം അങ്ങോട്ട് വെച്ചു. അവൻ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുക്കി, ജയിലെല്ലാം പൊളിഞ്ഞുപോയി. രണ്ടുപേരും പുറത്തു വന്നു. കാരാഗ്രഹപ്രമാണിയും കുടുംബവും അതാണ് ഒന്നാമത്തെ കാരാഗ്രഹവാസം. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ഒന്നാമത്തെ കാരാഗ്രഹവാസം പൗലോസിന് നല്ല ഓർമ്മയാണ്. ഒരു പാട്ട് പാടിയപ്പം ഭൂകമ്പം ഉണ്ടായി, ഒറ്റ രാത്രി കൊണ്ട് വിടുതലുമുണ്ട് അല്ലേ? രണ്ടാമത്തെ കാരാഗ്രഹവാസത്തിൽ ചെന്നപ്പം അന്ന് രാത്രിയെല്ലാം പുള്ളി ഒറ്റയ്ക്കേ ഉള്ളൂ. എന്നാലും പാടി നോക്കി, പ്രാർത്ഥിച്ചു നോക്കി. ഭൂകമ്പവും ഉണ്ടായില്ല, മഴയും പെയ്തില്ല, ഒരു 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 ചെറിയ കാറ്റ് പോലും അടിച്ചില്ല. ഇപ്പൊ ഒന്നാമത്തെ കാരാഗ്രഹവാസത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ദൈവം വെടിവെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാരാഗ്രഹവാസത്തിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും ജയില് തുറന്നില്ല. ഹലോ, but he discouraged അന്നേരം എഴുതി വെച്ച് കർത്താവ് എപ്പോഴും എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. ഒന്നാമത്തെ കാരാഗ്രഹവാസത്തിൽ ഒറ്റ രാത്രി കൊണ്ട് വിട്ടുവെച്ച് ദൈവം. രണ്ടാമത്തെ ഈ കാരാഗ്രഹവാസത്തിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും മൈൻഡ് ചെയ്യാത്തതിൽ എനിക്ക് അവനോട് പരിഭവമില്ല. എനിക്ക് അവനോട് സന്തോഷം. അപ്പൊ ഒന്നാമത് ആരോട് സന്തോഷം? ദൈവത്തോട് സന്തോഷം. ആമേൻ. എല്ലാം ഉണ്ടായിരുന്നു, ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെടുന്നു. ബട്ട് ഐ ആം ഹാപ്പി. 17 വയസ്സ് വരെ പനി പോലും വന്നിട്ടില്ല. 17ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പം ക്യാൻസർ വന്നു. ബട്ട് ഐ ആം ഹാപ്പി. ഹലോ, എന്തോ വന്നാലും ഞാൻ സന്തോഷിക്കും. ദൈവത്തോട് എനിക്ക് സന്തോഷം. അത് വിൽമേ ദൈവത്തോട് സന്തോഷം. ഫിലിപ്പിൽ തന്നെ 1-ാം അധ്യായം 16-17 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്. എടുക്കണ്ട ബൈബിൾ സത്യം പറയുന്നു. ഓവൻ ഞങ്ങൾ ഒരുമിച്ച് സണ്ടസ്കൂളൊക്കെ പഠിച്ചിരുന്നു. ചെക്ക് ചെയ്യുക എന്ന കോപ്പി അടിച്ചാൽ ഞങ്ങൾ എഴുതി സണ്ടസ്കൂൾ പഠിച്ച കോപ്പി അടിക്കരുത്. ഇങ്ങനെ എന്നെ തിരിക്കുന്നത് ചിലർ ശാഠ്യത്താലും അസൂയാലും അത്രയും സുശേഷം പ്രസംഗിക്കുന്നത്. അങ്ങനെയും പ്രസംഗിക്കും വാശിക്ക് നടന്നതാണ്. ചിലർ എൻ്റെ ബന്ധനങ്ങളിൽ കഷ്ടം വരുത്താൻ അത്രേ പ്രസംഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ പൗലോസ്, ഞാൻ ജയിലിൽ കിടക്കുക. അന്നേരം ആനന്ദ ഭാഷയ്ക്ക് ഒരു ഭയങ്കര നിയമമാണ്, പുറത്തിറങ്ങി പ്രസംഗിക്കണം. അപ്പം ഈ പുള്ളിയെ പിടിക്കുന്നില്ലല്ലോ, എന്നെയല്ലേ പിടിച്ചകത്തിട്ടേക്കുന്നത്. ഇടി മുഴുവൻ എനിക്ക്, പ്രസംഗം മുഴുവൻ മുഴുവൻ. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇടി കിട്ടാൻ വേണ്ടി ഉള്ള പ്രസംഗം. എന്താ പോലീസ് പറയാം, but I am happy and I will be. എന്നാലും ഞാൻ സന്തോഷിക്കുന്നു. ഇനിയും ഞാൻ സന്തോഷിക്കുന്നു. അപ്പം വിടുവിക്കാത്ത ദൈവത്തോട് സന്തോഷം, അടി വാങ്ങിത്തരുന്ന മനുഷ്യനോട് സന്തോഷം. കർത്താവിൽ എപ്പോഴും
സന്തോഷിപ്പിക്കും. ഇത് കേൾക്കാൻ എളുപ്പമാണ്, മറ്റേതുകൊണ്ട് പഠിക്കുമ്പോഴാണ് പ്രശ്നം. വിടുവിക്കാത്ത ദൈവത്തോടും സന്തോഷം. ആമേൻ. അടിയുടെ എണ്ണം കൂട്ടിത്തരുന്ന പാസ്റ്റർമാരോടും അങ്ങനെ സന്തോഷമുള്ള കാര്യങ്ങളെ തട്ടി അപ്പോൾ ഞാനിപ്പം വന്നിരിക്കുന്ന യൂത്ത് ക്യാമ്പിലാണ്. ഓക്കെ, നമ്മളൊരു ചാട്ടപ്പാട്ട് പാടാൻ പോകും. മറുപടി ഭക്തന്മാരെ പാടല്. ഓക്കെ, ചാടുമെന്ന് പറഞ്ഞാൽ ചാടും, പാടുള്ളതും ചാടും. എൻ്റെ ഇതനുസരിച്ച് 30 വയസ്സിന് താഴെയുള്ള എല്ലാ യങ്സ്റ്റേഴ്സിനും 30 വയസ്സിന് മേലോട്ടുള്ളവരെല്ലാം ചാടിക്കളിയാണ്. 6 മാസം കിടക്കാൻ പറഞ്ഞു. 3 മാസം തികയാൻ 1 ദിവസം ബാക്കിയുള്ള ഞങ്ങളുടെ വീട്ടിലാരുമില്ല, എൻ്റെ അനിയൻ രൂഫോസ് മാത്രമേ ഉള്ളൂ. പശുത്താൽമ പറഞ്ഞു, രാജ്യങ്ങളിലേക്ക് ഓടേണ്ടവനെ എഴുന്നേറ്റ് നടക്കുക. ഡോക്ടർ പറയുന്നതിന് മുമ്പ് എൻ്റെ കട്ടിലിൽ നിന്ന് ഇറങ്ങി ഞാൻ നടക്കാൻ തുടങ്ങിയത്. നടന്നെന്നാണ് വിളിച്ചു പറഞ്ഞ ഡോക്ടറോട്. സർജറി കഴിഞ്ഞ് ഇതുവരെയും എക്സ്റേ എടുത്തിട്ടില്ല, സ്കാനും ചെയ്തിട്ടില്ല. കാര്യം നടത്തം കണ്ടപ്പോഴേ ഡോക്ടർ പറഞ്ഞു ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. കൊതിയല്ലേ നമ്മളെ ക്യാൻസർ സൗഖ്യമായ സമയത്ത് ഞാൻ ചാടാൻ തുടങ്ങി. വന്ന ആൾക്കാർ പറഞ്ഞത് ക്യാൻസർ മാറിയതിന്റെ തരിപ്പാന്ന് പറഞ്ഞു. മലയാളമല്ലേ, നല്ല ആൾക്കാരാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. വന്ന് ഞാനും ഓർത്തു ചിലപ്പോൾ അതായിരിക്കും. പക്ഷെ ഇതുവരെ ചാട്ടം നിന്നില്ല. ഓരോ ദിവസം കഴിയുന്നതും കൂടിക്കൊണ്ടേയിരുന്നു. ഇതെല്ലാം സ്നേഹത്തിൽ നിന്ന്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസമായിരുന്നു ഇപ്പൊ ചാടിയത്. പക്ഷെ കുറെ കഴിയുമ്പോൾ നമ്മള് ഭയങ്കര അഭിമാനത്തോടാ പറയുന്നത്, പണ്ടത്തെ പോലൊന്നും അല്ല, രക്ഷിക്കപ്പെട്ടപ്പോൾ ഭയങ്കര ആനയായിരുന്നു. അങ്ങനെ ഒത്തിരി ചേനകളുണ്ടായിരുന്നു. പക്ഷെ കർത്താവ് ചോദിക്കുന്നത്, നീ ഇപ്പൊ എന്താ ചോദിക്കുന്നത്? പണ്ട് നീ ഉഷ്ണവനായിരുന്നു, പക്ഷെ ഇപ്പൊ നീ ശീതവാനല്ല, ഉഷ്ണവനാണ്. Now what you are. അതാണ് കർത്താവിന്റെ ചോദ്യം. ഇപ്പൊ എന്താ? അതാ കർത്താവിന് അറിയേണ്ടത്. ആരെങ്കിലും ഇവിടെ വന്ന് നിങ്ങൾ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വാങ്ങുന്നൊരു ദൂത് പറഞ്ഞാൽ അതെന്റെ ഏറ്റവും വലിയ പരാജയം. ആരെങ്കിലും ഇവിടെ വന്ന് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വാ എന്നൊരു ദൂത് പറഞ്ഞാൽ അതെന്റെ ഫെയില്യൂർ. ഞാൻ തോറ്റുപോയെന്ന അർത്ഥം. Just love him. Just give your priority to him. അതിനകത്ത് ചാട്ടവും ചിരിയും എല്ലാം വരും. Jump for joy, hallelujah. Jump for joy, hallelujah. Hallelujah.
പറഞ്ഞൊരു അനുഭവമുണ്ട്. നിക്കോ എന്ന് പറയുന്ന ഒരു പാസ്റ്ററുണ്ട് ഇന്തോനേഷ്യ. അദ്ദേഹത്തിൻ്റെ ചർച്ച് ഏഷ്യയിലെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ചർച്ച്. അദ്ദേഹത്തിന് ഭയങ്കര ബിസിനസ്മാനായിരുന്നു. എല്ലാം പൊട്ടി. അടുത്ത ദിവസം തൻ്റെ ചർച്ചും വീടും അവിടെ കൺവെൻഷൻ കോമ്പൗണ്ടെല്ലാം ജപ്തി. ആ ഒരു സ്റ്റേജിൽ അടുത്ത ദിവസത്തെ ജപ്തി എങ്ങനെ അതിനെ അഭിമുഖീകരിക്കുമെന്ന് അറിയാൻ വയ്യാതെ ആൻഡ് 25,000-30,000 ആൾക്കാർ കൂടുന്ന ഒരു ചർച്ചിൻ്റെ പാസ്റ്റർ അന്ന് രാത്രി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് മുറിക്കകത്ത് കയറി കഥകടച്ച് താൻ മരണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു, നിക്കോ, നീ ഒത്തിരി പേരെ വിടുവിച്ചല്ലേ, നിന്നെ വിടുവിക്കാൻ എനിക്ക് കഴിയും. നിന്നെ പിശാച് കരയിപ്പിക്കാൻ നോക്കുമ്പോൾ നീ സന്തോഷിക്കുക. നിന്റെ ദുഃഖം സന്തോഷപ്പെടുക. അന്ന് രാത്രി കടത്തിന്റെ നടുവിൽ പിറ്റേ ദിവസത്തെ ജപ്തിയെ അഭിമുഖീകരിക്കാൻ പറ്റാതെ ചാകാനിരുന്ന പാസ്റ്റർ നിക്കോ, 30,000 വിശ്വാസികൾ, നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ ചർച്ചും എല്ലാം കാണാൻ പറ്റും. ഞാൻ എൻ്റെ പേര് മാറ്റാത്തതിൻ്റെ കാരണം അത് വലിയ വലിയ ചർച്ചകളുടെ പാസ്റ്റർമാരുടെ പേര് നിക്കോ, തങ്കു, ചിക്കു. ടീച്ചർ ചിങ്ങാനത്ത് വരുമ്പോൾ ക്ലീൻ ഷേവ. സോ അങ്ങനെ ആയല്ലേ, അവിടെ വരുമ്പോഴേ ഇതെല്ലാം വേണം. സോറം അന്ന് രാത്രി തൻ്റെ ജീവിതത്തിൽ ദൈവം വരുത്തിയ മാറ്റം. പിറ്റേ ദിവസത്തെ ജപ്തി ക്യാൻസലായി. ക്രമേണ ദൈവം തൻ്റെ കടമെല്ലാം മാറ്റി. ഇപ്പോൾ ഏഷ്യയിലെ കൊറിയൻ ചർച്ച കഴിഞ്ഞാൽ പാസ്റ്റർ നിക്കോ ആണ് ഏറ്റവും വലിയ ചർച്ചിൻ്റെ പാസ്റ്റർ. നിങ്ങളുടെ കൂടെ ഉള്ളത് ഈ പാട്ടിൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു. അന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു സന്തോഷിക്കാൻ പറഞ്ഞു. ഉടനെ പുള്ളി പാടിയത് Love for joy, love for joy, hallelujah. Love for joy, love for joy, hallelujah.
ഞാനും ജനിച്ചേണ്ട 2 വയസ്സ് കഴിഞ്ഞ് മോള് ഭാസ്കർ മോനാണ്. പാഴ്സനേജിലും വാടക വീടുകളിലും താമസിച്ചിരുന്നു. 6-ാമത്തെ വയസ്സിൽ ഞാൻ അഭിഷേകം പ്രാപിച്ചു. നിങ്ങൾ എന്നോട് പറഞ്ഞു 6-ാമത്തെ വയസ്സിൽ ഞാൻ അഭിഷേകം പ്രാപിച്ചു. അന്ന് മുതൽ ഒരു പ്രവാചകന്മാരും എന്നെ വെറുതെ വിടത്തില്ല. ആരെന്നെ മുന്നിൽ കൂടെ കടന്നു പോയാലും മന്ദല കേൾക്കും. അവർക്ക് പറയാൻ വേറൊന്നുമില്ല. UK, US, ആഫ്രിക്ക, ഓസ്ട്രേലിയ, പിന്നെ കുറെ വായ്പുള്ളത പേരുകളും എല്ലാം രാജ്യങ്ങൾ പോകണം. 6-ാമത്തെ വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഞാൻ കേട്ടു. ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ പ്രായം പറയാം. 25 വയസ്സ് കഴിഞ്ഞ് 6 മാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. സ്വന്തം 17 വയസ്സ് വരെ എന്നോട് ആരും ബൂത്ത് പറഞ്ഞില്ല ക്യാൻസർ വരുമെന്ന്. 17 വയസ്സ് വരെ എന്നോട് ആരും ബൂത്ത് പറഞ്ഞില്ല ക്യാൻസർ. പക്ഷെ ഗ്ലോബലുള്ള മുഴുവൻ രാജ്യങ്ങളുടെ പേരിൽ എന്നോട് പറഞ്ഞു. ഭൂമിയിലുള്ള പോകാൻ പറ്റാത്ത പോകണ്ടെന്നുള്ള പേര് പറയാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവര് വന്ന് തലക്കടിക്കുമ്പോഴേ നമ്മൾ 7 പോകണ്ടോ പോയിട്ട് തിരിച്ച് വരും. പക്ഷെ ആരും ഇതിനെ പറ്റി പറഞ്ഞില്ല. ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് വേണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ബ്ലോക്ക് ചെയ്ത്. ദൈവത്തിന്റെ സ്നേഹത്തെ പൗലോസ് പറഞ്ഞു, നമുക്ക് നിർണയിക്കാൻ പറ്റത്തില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ സ്നേഹത്തെ ഒരിക്കലും മനസ്സിലാക്കിയ ആരുമില്ല. ഇനി അവൻ സ്നേഹിച്ചാൽ ഒരു പക്ഷെ നമ്മൾ മരിക്കാൻ നേരത്തായിരിക്കും മനസ്സിലാകുന്നത് ഇതിനായിരുന്നു അവൻ എന്നെ സ്നേഹിച്ചത്. കാരണം ഈ ലാസറിന് രോഗം വന്നപ്പോൾ ആൾക്കാരെന്ന് പറഞ്ഞു, യേശു ലാസറിന് ദീനം പിടിച്ചു. യേശു എന്നെ ചെയ്തു 2 കൈ ഉയർത്തി സ്തോത്രം. അപ്പം അത് കഴിഞ്ഞ് ലാസർ മരിച്ചെന്ന് പറഞ്ഞപ്പോഴും സ്തോത്രം. കാര്യം യേശു സ്തുതിക്കുന്നു. കാര്യം യേശുവിനൊരു പർപ്പസ് ലാസറിനെ പറ്റിയുണ്ട്. നിങ്ങൾ എന്നെ കൂടെ ഉണ്ടോ? അതെ. ലാസറിന്റെ ഹിസ്റ്ററി ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ലാസറിന്റെ അമ്മ ലാസറിനെ ക്യാരി ചെയ്യുന്ന സമയത്ത് ലാസറിന്റെ അപ്പൻ മരിച്ചുപോയി. യഹൂദന്റെ പ്രമാണം അനുസരിച്ച് ഒരു ശിശുവിനെ അമ്മ ക്യാരി ചെയ്യുമ്പോൾ അവന്റെ പിതാവ് മരിച്ച ഈ കുട്ടി ശപിക്കപ്പെട്ടവന് എന്ന് പറഞ്ഞാൽ ഇവൻ കാരണമാണ് ഈ അപ്പൻ മരിച്ചത്. മനസ്സിലായി? ഈ ലാസർ ജനിക്കുന്നതിന് മുമ്പേ ഈ കുഞ്ഞ് ജനിക്കുവോ അതോ ചാപിള്ളയായി പോകുമോ എന്നറിയുന്നതിന് മുമ്പേ ശാപമേറ്റു. ഈ കുഞ്ഞിന്റെ ജനനം എടുക്കാൻ ഒരു ഹോസ്പിറ്റലുകാരും തയ്യാറാക്കില്ല. അല്ലെങ്കിൽ അന്നത്തെ സിസ്റ്റം അനുസരിച്ച് ഒരു വയറ്റാട്ടിയും വരത്തില്ല. കാര്യം ശപിക്കപ്പെട്ടവന്റെ ജന്മം എടുക്കാൻ ഭൂമിയിൽ യഹൂദന്റെ പ്രമാണം അനുസരിച്ച് ആരും ചെല്ലാൻ പാടില്ല. ലാസറിനെ ജനിക്കുന്ന സമയത്ത്, ലാസറിന്റെ ജനന സമയത്ത് മാതാവിന് ശുശ്രൂഷ കിട്ടാത്തത് നിമിത്തം ബ്ലീഡിങ് ഉണ്ടായി അവന്റെ അമ്മ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. 2ാമത്തെ ശാപം. അമ്മ താൻ മരിക്കുമെന്ന് മനസ്സിലായപ്പോൾ ആ കുഞ്ഞിനെ വിളിച്ച പേരാണ് ലാസർ എന്ന് പറഞ്ഞ ഗോഡ് ഈസ് യുവർ ഹെൽപ്പ്. ദൈവം നിന്റെ
സഹായം. ഈശോയോട് പറഞ്ഞ God alone are your help. ദൈവം മാത്രം എന്റെ സഹായം. കാര്യം അവർ 2 ചേച്ചിമാരാണ്, മാർത്തയും മറിയും. അവരധികം വളർന്നിട്ടില്ല. ഇവനെ വളർത്താനുള്ള ശേഷി അവർക്കായിട്ടില്ല. ഇനി ഇവന്റെ പ്രോബ്ലം എന്നാന്ന് ചോദിച്ചാൽ, ഇവൻ ആയുസ് മുഴുവൻ ജീവിക്കണം ആരെയും കാണാതെ വീട്ടിൽ. അവനൊരു ഫെലോഷിപ്പിന് പോകാൻ പറ്റത്തില്ല, അവനൊരു ഷവോടക്കിന് പോകാൻ പറ്റത്തില്ല, അവന് ഒരു കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല. അവനാലയത്തിൽ കയറാൻ പറ്റത്തില്ല. 4 പേര് കുടുംബത്തിൽ നിൽക്കാൻ അനുമതിയില്ല. ഇനി വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ ലാസറിന് പുറത്തിറങ്ങാൻ അനുമതിയില്ല. പക്ഷെ യേശു തെരഞ്ഞെടുത്തത് ലാസറിന്റെ വീടാണ്. യേശു താമസിക്കാൻ ഇഷ്ടപ്പെട്ടത് ലാസറിന്റെ വീടാണ്. ആമേൻ, ആമേൻ. കർത്താവ് എപ്പോഴും തെരഞ്ഞെടുക്കുന്നത് ലോകം തള്ളിക്കളഞ്ഞവനെയായിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? യേശു തെരഞ്ഞെടുത്തത് ലാസറിന്റെ വീടാണ്. ശ്രദ്ധിച്ച്, യേശു എപ്പോൾ യെരൂശലേമിൽ ചെന്നാലും യേശുവിനെ താമസിക്കാൻ ഇഷ്ടം ബെഥാനിയിലെ ലാസറിന്റെ വീടാണ്. ലാസറിന്റെ കൊച്ചു വീടാണ്, പക്ഷെ വലിയ മനസ്സാണ്. നമ്മുടെ എല്ലാം വലിയ വീടാണ്, പക്ഷെ കൊച്ചു മനസ്സാണ്. വലിയ വീടും വലിയ മനസ്സുമാണെങ്കിൽ ഓക്കെ ആകും മകളെ. പക്ഷെ വലിയ വീടും ചെറിയ മനസ്സുമാണെങ്കിൽ ഒരു റൂമിൽ നിങ്ങൾ താമസിക്കും, ബാക്കി റൂമിൽ മുഴുവൻ റൂമും പാട്ടയിൽ താമസിക്കും. മനസ്സിലായില്ലേ? സ്വന്തം പലവരുടെ വീട് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുക. ദേഷ്യം തോന്നുന്നുണ്ടോ എന്നോട്? പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ കാണിച്ചാൽ മതി. ഇപ്പൊ ഞാൻ തലയൊക്കെ വെച്ച് പ്രവർത്തിക്കാം. യേശു താമസിക്കുന്ന ലാസറിന്റെ വീട്ടില് വേറെ എങ്ങനെ താമസിക്കില്ല. അവനൊരു വീട്ടിൽ താമസിച്ചുണ്ടെങ്കിൽ ലാസറിന്റെ വീട്ടിൽ എന്റെ കൂടെ നിങ്ങളെ. പക്ഷെ ലാസറിന് രോഗം വന്ന് നാട്ടുകാർ വന്ന് പറഞ്ഞപ്പോ യേശു മൈൻഡ് ചെയ്തില്ല. ലാസർ മരിച്ചെന്ന് വന്ന് പറഞ്ഞപ്പോഴും യേശു മൈൻഡ് ചെയ്തില്ല. ഇപ്പൊ ആൾക്കാരെല്ലാം മറത്തോടും പറയണം, നീ കൊടുക്കും, കുറച്ചുകൂടെ കൊടുക്കും. അവനെ വിളിച്ച് കിടന്ന് അവനും 12 ശിഷ്യന്മാരും 13 പേര് വന്ന് നിരങ്ങി പോയതല്ലേ ഇവിടെ. കുറച്ചുകൂടെ കൊടുക്കും, ബിരിയാണിയോ. യേശു നന്നായിട്ട് കഴിക്കുക എന്നുണ്ടോ? ഞാൻ നന്നായിട്ട് കഴിക്കും. പഴയ നിയമത്തിൽ പിതാവ് ഇറങ്ങി വരണമെങ്കിൽ കാളയോ ആടിനെയോ ഇറങ്ങുമായിരുന്നു. പുതിയ നിയമത്തിൽ യേശുവിന്റെ ഒരു ശുശ്രൂഷയിലും മീനില്ലാത്ത മീറ്റിംഗ് ഇല്ല. അതുകൊണ്ടാണ് പെന്തക്കോസ്തുകാരുടെ എല്ലാ വീടുകളിലും എല്ലാം കാണും, ഫ്രിഡ്ജിലായിരിക്കുന്നുള്ളൂ. അപ്പം നീ കുറച്ചുകൂടി കൊടുക്കും, കൊടുത്തല്ലേ ഇഷ്ടം പോലെ അനുഭവിക്കും. അവൻ തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ശരി, നാട്ടുകാരെ പറഞ്ഞു ശരി. ലാസറിന് രോഗം വന്നിട്ട് യേശു കാണാൻ ചെന്നില്ല. ലാസർ മരിച്ചെന്ന് പറഞ്ഞിട്ട് അവന്റെ ഫ്യൂണറൽ സർവീസ് അറ്റൻഡ് ചെയ്യാൻ യേശു ചെന്നില്ല. നിന്ദിച്ചു, പരിഹസിച്ചു. പക്ഷെ ദീനം എന്ന് കേട്ടപ്പോഴും മരിച്ചെന്ന് പറഞ്ഞപ്പോഴും കർത്താവ് ശ്രദ്ധിച്ചു. എന്തെന്നറിയാം? യേശുവിനറിയാം 4-ാം ദിവസത്തിൽ അവന് ഉയർപ്പുണ്ട്. 12-ാം അധ്യായത്തിൽ ഒരു മരണവും 13-ാം അധ്യായത്തിൽ ഒരു പന്തിയും ലാസർ ഒരുക്കി വെച്ചിട്ടാണ് ഇവന് ദീനം വന്നതും ഇവൻ മരിച്ചത്. എന്റെ കൂടെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ശാപമായിട്ട് അവൻ ഇത്രയും പോലുള്ള ഒരു കൂട്ടായ്മ നിന്നിട്ടില്ല. അവനാകെ കൂടെ സംബന്ധിച്ച ഏറ്റവും വലിയ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ 13, 2, 15 പേര് ഇവരുടെ വീട്ടിൽ. വീടിന്റെ പുറത്തിറങ്ങാൻ അനുവാദമില്ല. ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട ശപിക്കപ്പെട്ട ജന്മം.
യഹൂദൻ ജനിച്ച് ജീവിച്ച് മരിച്ചവന് പ്രമാണം എഴുതി വെച്ചിട്ടുണ്ട്. യേശുവിനറിയാം ഉയർത്തെഴുന്നേറ്റവനൊരു പ്രമാണം എഴുതി വെച്ചിട്ടില്ല. അങ്ങനാണെങ്കിൽ ലാസറേ, നിനക്കൊരു ഉയർപ്പ് ആവശ്യം. നീ ഉയർത്തെഴുന്നേറ്റാൽ നീ പ്രമാണത്തിന് പുറത്താകും. പിന്നെ ഒരു പ്രശ്നം നിന്നെ ഏൽപ്പിക്കത്തില്ല. അതുകൊണ്ട് രോഗം വരുമ്പോഴും ഞാൻ സ്തുതിക്കും, മരിക്കുമ്പോഴും ഞാൻ സ്തുതിക്കും. നാറ്റം വെച്ചെന്ന് പറഞ്ഞാലും ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കും. കാര്യം നിനക്കൊരു ഉയർപ്പിനെ വെച്ചിട്ടുണ്ട്. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾക്ക്? കർത്താവ് ഒരു കാര്യം കാണാൻ നിന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നില്ല. കർത്താവ് ഇന്ന് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നാളെ നിന്നെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. അതാ വചനം പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി. എനിക്ക് ക്യാൻസർ വന്ന് 3ാമത്തെ കീമോ എപ്പോഴത്തേനും എന്റെ മുടിയെല്ലാം പോകാൻ തുടങ്ങി. പിറ്റേ ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ, സ്ഥലമൊന്നും പറഞ്ഞില്ല, ചർച്ചിൽ ഏറ്റവും ബാക്കിൽ, തലേ ഞായറാഴ്ച വരെ ഞാൻ വർഷിപ്പ് ലീഡ് ചെയ്ത് ഏറ്റവും ബാക്കിൽ അപ്പച്ചന്മാരുടെ കൂടെ ഞാൻ കസേരയിലിരിക്കും. നാട്ടിലെ സഭയിലെല്ലാം വലിയ മേശയുണ്ട്, പള്ളിയുടെ ഇതുപോലെ. അതിൻ്റെ അടിയില്ല പാസ്റ്റർമാർ. അവിടെ ഒരു ഗതികേട് വന്നുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. പാസ്റ്ററിന്റെ മുഖം കാണണമെങ്കിൽ ഇങ്ങനെ നോക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കണം. സ്വതം എന്റെ ഒപ്പായി ഇതുപോലെ മേശയുടെ കീഴായിരിക്കും. ഞാൻ ഏറ്റവും ബാഗിൽ അപ്പച്ചന്മാരോട് കസേരയിലിരിക്കും. സാക്ഷ്യത്തിന് സമയം കൊടുത്തപ്പം ഒരാൾ സാക്ഷ്യം പറഞ്ഞ് എഴുന്നേറ്റിട്ടൊരു വാക്യം വായിച്ചു. അതാണ് ന്യായവിധി ദൈവരൂപത്തിൽ ആരംഭിച്ചു. ഹലോ, പാസ്റ്റർ മോന് ക്യാൻസർ വന്നപ്പം വിശ്വാസിക്ക് ആശ്വസിപ്പിക്കാൻ കിട്ടിയ ബൈബിളിലെ സ്വർണ്ണ ഗീതം ന്യായവിധി ദൈവത്തിൽ ആരംഭിച്ചു. നിങ്ങളിപ്പോൾ ചിരിച്ചു, അന്ന് ഞാൻ കരഞ്ഞു. ഞാൻ എൻ്റെ പപ്പ നോക്കിയപ്പോൾ പപ്പ കരയാൻ തുടങ്ങി. അമ്മയെ സാരി വലിച്ചിട്ട് കരഞ്ഞു. എല്ലാത്തിനും ബന്ധുക്കൂസാർ അഭിപ്രായം പറയും. അവരുടെ അഭിപ്രായം എങ്ങനെയായിരിക്കും? പക്ഷെ വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു, നന്മ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടുതൽ. ഒരു മനുഷ്യൻ റെക്കമെൻഡ് ചെയ്തല്ല ഞാൻ UK വന്നത്. റെക്കമെൻഡ് ചെയ്ത മീറ്റിങ്ങുകൾക്കൊന്നും ഞാൻ വന്നില്ല. പക്ഷേ ദൈവാത്മാവ് സംസാരിച്ചൊരു മനുഷ്യൻ എന്നെ വിളിച്ചത് ഞാൻ ഇങ്ങോട്ട് വന്നു. യൂട്യൂബിൽ സാക്ഷ്യം. ക്യാൻസർ വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞത് ന്യായവിധിയാണ്. പക്ഷേ ക്യാൻസർ വരുമ്പോൾ, ഞാൻ വേദന അനുഭവിക്കുമ്പോൾ, 6 വർഷം കഴിയുന്നതിന് മുമ്പേ UK ഒരു വലിയ കോൺഫറൻസിൽ വന്ന് ആരാധന ലീഡ് ചെയ്യുന്ന ചിക്കുവിനെ കർത്താവ് നേരത്തെ കണ്ടിരുന്നു. കുറച്ചേരം പ്രാർത്ഥിക്കാൻ വന്നു. കർത്താവ് തന്ന രോഗം സന്തോഷത്തോടെ സ്വീകരിച്ചു. നമുക്കെല്ലാത്തിനും പാട്ടുമുണ്ട്. ചോദ്യം ചെയ്യാതെ വാങ്ങി കുടിച്ചോ, അല്ല എന്നെ കിട്ടിയാലും കുടിച്ചോ, പറഞ്ഞു ചത്തു പോയാലും കുടിച്ചോ, ഞങ്ങള് അടക്കോളാം. കൂടെ ഉണ്ടോ? ഒത്തിരി കാര്യങ്ങൾ കരഞ്ഞു വന്നാൽ ശേഖരിക്കുക. അപ്പം എൻ്റെ ഹൃദയത്തിലെ ചിന്ത മുഴുവൻ ഞാൻ പാസ്റ്റർ മോനായിട്ട് ജീവിച്ചു, പാഴ്സണേജ് ജീവിച്ചു. ഒത്തിരി ഇല്ലായിരുന്നു, കുറേ ദിവസങ്ങളിൽ പട്ടിണി, നല്ല വസ്ത്രമില്ലായിരുന്നു. അന്നേരം ഇതെല്ലാം അനുഭവിച്ച് ഏറ്റവും ഒടുവിൽ ഇതൂടെ വന്നപ്പോഴത്തേനും ഇവർക്ക് പറയാനുള്ള വാക്ക്, എന്നെ പൊന്നു ബന്ധുക്കോസുകാരെ, ഇങ്ങനൊന്നും ആരെ ആശ്വസിപ്പിക്കല്ലേ. ചിലപ്പോൾ ആദ്യം മതി ഒരു മനുഷ്യൻ ചത്തുപോകാൻ. ഹലോ, നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സാക്ഷ്യവും ആരെയും സന്തോഷിപ്പിച്ചില്ലെങ്കിൽ ആരെയും കരയിപ്പിക്കില്ല. കുറെ കാര്യം. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അവൻ എന്നെ സ്നേഹിച്ചു. കാര്യം എന്നാന്ന് വെച്ചാൽ
അറിയാം. ഞാൻ 10ാമത്തെ വയസ്സ് മുതൽ ഞാൻ കൊയർ പാടാൻ തുടങ്ങി. 12ാമത്തെ വയസ്സിൽ ചിങ്ങവനത്തെ ബദേസായാലും 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് 400 വിശ്വാസങ്ങളുണ്ട് ചർച്ചിൽ. ആ ചർച്ചിൽ ഞാൻ വർഷിപ്പ് ലീഡ് ചെയ്യാൻ തുടങ്ങി 7ാം ക്ലാസ്സിൽ പഠിക്കും, സ്നാനപ്പെടുന്നതിന് മുമ്പ്. അന്ന് ഒന്നും അറിയാതെ തുടങ്ങിയത്. പിന്നെ അവിടുന്ന് ട്രാൻസ്ഫർ ആയി തിരുവല്ലയിൽ കുട്ടികൾ പോയി. അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പാടാൻ തുടങ്ങി. എൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയാണ് സെൻട്രൽ പോയിന്റ് എങ്കിൽ എൻ്റെ ബൗണ്ടറി ചങ്ങനാശ്ശേരിയിൽ നിന്ന് പടിഞ്ഞാട്ട് പോയാൽ മാക്സിമം ആലപ്പുഴ, വടക്കോട്ട് പോയാൽ മാക്സിമം കോട്ടയം, കിഴക്കോട്ട് പോയാൽ റാന്നി കുറേ സഭകളുള്ളതുകൊണ്ട് റാന്നി, പിന്നെ തെക്കോട്ട് പോയാൽ YPCയുടെ ക്യാമ്പ് അടൂരാണ് നടക്കുന്നത്, അതുകൊണ്ട് അടൂര്. ഇതായിരുന്നു എൻ്റെ ബൗണ്ടറി. ഇതിനകത്ത് നടക്കുന്ന മുഴുവൻ കല്യാണവും ശവടക്കും പിന്നെ പ്രവാസോദ്യം ഇതെല്ലാം ഞാൻ പാടും. 125 രൂപ തച്ച് മുതൽ 800 രൂപ തച്ച് വരെ ഞാൻ പാടി. ഇത്തരം കേട്ടപ്പോൾ കർത്താവ് മടുത്തു. ഞാൻ ഇതിനെ നാണിക്കുന്നത്. ഇത്രയും കേട്ടപ്പോൾ കർത്താവ് മടുത്തു. കർത്താവ് വിചാരിച്ചു ഇനിയും ഇവനോടുള്ള വാക്തത്വം നിവർത്തിക്കാം. അങ്ങനെ ക്യാൻസർ വരുന്നത്. യോസേഫ് കണ്ടത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വന്ന് അവനെ നമസ്കരിക്കുന്നു. അവൻ ഒരിക്കലും അടിമച്ചന്ത കണ്ടില്ല, അവൻ ഒരിക്കലും പൊട്ടക്കിണർ കണ്ടില്ല, അവൻ ഒരിക്കലും പൊത്തിഫറിന്റെ വീട് കണ്ടില്ല, അവൻ ഒരിക്കലും കാരാഗ്രഹം കണ്ടില്ല. അവൻ ഇതെല്ലാം കണ്ടിരുന്നെങ്കിൽ മറ്റേത് വേണ്ടെന്ന് പറഞ്ഞേ. ദൈവം ഒരിക്കലും പൊട്ടക്കിണറും അടിമച്ചന്തയും പൊത്തിഫറിന്റെ വീടും കാരാഗ്രഹവും കാണിക്കത്തില്ല. ദൈവം നിന്നെ കാണിക്കുന്നത് ഭയങ്കര കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇത് നടക്കാൻ അടിമച്ചന്തയിൽ പോകണം, പൊട്ടക്കിണറ്റി വീഴണം, ജയിലിൽ കിടക്കേണ്ടി വരും. വാക്തത്വത്തിന്റെ നിറവേറിൽ ഫസ്റ്റ് പടി ക്യാൻസർ വന്നു. ഒരു വർഷം നന്നായിട്ട് വേദന അനുഭവിച്ചു. എൻ്റെ കൂടെ RCC ക്ലിനിക് ഡോക്ടർ ഗീതയുടെ കീഴിൽ ചികിത്സയിലുണ്ടായിരുന്ന ഞങ്ങൾ 15-നും 25-നും വയസ്സിലാണ് ഹോട്ട്കിൻസ് ലിംഫോമ ഉള്ള 30-ൽ 29 പേരും മണ്ണിനടിയിലാണ്. കർത്താവ് ഒരിക്കലും പാർഷ്വാലിറ്റി കാണിക്കത്തില്ല, അവന് മുഖപക്ഷമില്ല. പക്ഷെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിക്കുമ്പോൾ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിൽ വ്യത്യാസം കാണിച്ചിട്ടുണ്ട്. അത് UK-ലും കാണിക്കും, കെന്റിലും കാണിക്കും, നാട്ടിലും കാണിക്കും. ഹലോ, ഘോരമാ
കർത്താവിന്റെ സ്നേഹം. പിശാച് വിചാരിക്കും അവൻ വലിച്ചെറിഞ്ഞത് തീക്കാത്തൂടാ. പക്ഷെ നമുക്കറിയാം നമ്മൾ ചെന്ന് വീണത് കർത്താവിന്റെ കയ്യിലാണ്. സമുദ്രം പോലെ വലിയ പ്രോബ്ലം നിന്റെ മുമ്പിൽ വരും. പക്ഷെ നീ ഓർക്കും നീ അതിന്റെ മണ്ണിൽ കൂടെ നടക്കുന്നു. നിനക്കിത് കടക്കാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം ഇത് അനുഭവിച്ചത്. അതുകൊണ്ട് അവൻ തന്നെ തോളിലെടുക്കും. അതാ പാടി കടക്കുന്നതേ അവൻ നമ്മളെ കൈവിടാത്തതാണ്. ഒരു വർഷം ശരിക്കും എന്നെ അനുഭവിച്ചു. 36 കീമോ എടുത്തു. 2007 ഏപ്രിൽ മാസം 9 36th കീമോ കഴിഞ്ഞു. 10 രാവിലെ ഞങ്ങൾ വീട്ടിൽ 2 ആഴ്ച ആണ്. അത് കൂടുതൽ ആർക്കും പ്രതീക്ഷയില്ല. എൻ്റെ വീട്ടിൽ പപ്പ പാസ്റ്ററായതുകൊണ്ട് ഒത്തിരി പാസ്റ്റർമാർ വരും. ഇവരെല്ലാം വന്ന് പ്രാർത്ഥിക്കുന്നൊരു വാല്യം ഒറ്റവാല്യം എന്താണെന്നറിയോ? യൂട്യൂബ് കണ്ടിട്ടുണ്ട്. നിന്റെ ഗീതം നിറവേറ്റുന്നത്. മലയാളികൾ എപ്പോഴാണ് ഇത് പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ ഒരു 85-90 വയസ്സൊക്കെ ഉള്ള ഒരു അപ്പച്ചനും അമ്മച്ചിയും ഇപ്പൊ പോകും എന്ന് പറഞ്ഞ് ഇങ്ങനെ കാലം നീട്ടി ഇരിക്കത്തില്ലേ? അന്നേരത്തെ അന്ത്യകൂദാശ പ്രാർത്ഥന നിന്റെ ഹിതം നിറവേറ്റണം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്നും കിടത്തില്ല. ഇത് നിങ്ങൾക്ക് തലവേദനയാവും, പെട്ടെന്ന് എടുത്തോളൂ. എൻ്റെ വീട്ടിൽ വന്ന മുഴുവൻ പാസ്റ്റർമാരും പ്രാർത്ഥിച്ചു നിന്റെ ഹിതം നിറവേറ്റണം. ഹിതം നിറവേറി ഞാൻ വേദനയാണ്. എൻ്റെ യൂറിന് പകരം ബ്ലഡ് പോകാൻ തുടങ്ങി. തിരുവല്ല TMM അഞ്ചൻസ് വാർഡിൽ സായിപ്പിൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ചൻസ് വാർഡിൽ 2ാമത്തെ റൂമിൽ യൂറിന് പകരം ബ്ലഡ് പോയി കുറേ ദിവസം കിടന്നു. അത് ഭയങ്കര വേദന. അവിടെ വന്ന് എല്ലാവരും പറഞ്ഞു ഇതെന്നാ. പിറ്റേ ആഴ്ച YPCയുടെ ചങ്ങനാശ്ശേരി റീജിയൻ്റെ ക്യാമ്പ്. ഞാൻ കൊച്ചിലെ മുതലേ YPCക്ക് പോകുന്നതുകൊണ്ട് സച്ചാനെ കണ്ടൊന്നും മനസ്സിലായില്ല. പണ്ട് താടി കഴിക്കണ്ട. 15ാമത്തെ വയസ്സിൽ ഞാൻ ജനറൽ കൺവെൻഷൻ്റെ വർഷം ലീഡ് ചെയ്യാൻ തുടങ്ങി. 16ാമത്തെ വയസ്സിൽ 15ാമത്തെ വയസ്സിൽ ഞാൻ ക്യാമ്പിൽ ലീഡ് ചെയ്തു. അപ്പോൾ ഈ മൂക്കി ശ്വാസം ഉള്ളതുകൊണ്ട് വേറൊരാളെ വിളിക്കാൻ അവർക്ക് ബുദ്ധിമുട്ട്. കമ്മിറ്റി കൂടിയപ്പോൾ അവർ തീരുമാനിച്ചു ഏതായാലും അടുത്ത വർഷത്തെ ക്യാമ്പിന് ചിക്കു കാണത്തില്ല, ഈ പ്രാവശ്യം കൊണ്ടുപോകുന്നത്. എന്നോട് അവർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. അമ്മ അടുത്ത വർഷത്തെ ക്യാമ്പിന് ചിക്കു കാണത്തില്ല ഉണ്ട് ഈ പ്രാവശ്യം. അങ്ങനെ ഇപ്പം എന്നോടൊരു ദൂതുണ്ട്, നിന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വീട്ടിൽ വണ്ടി വന്ന ആൾക്കാരെ വിളിച്ചിട്ടു. ആദ്യമായിട്ട് വീട്ടിൽ വണ്ടി വന്ന് വിളിച്ചിട്ട് പോകും. ഷിബു മാലത്തോട് ഉണ്ടാകാണ്ട് ദൂത് പറഞ്ഞു, നീ കയറിയിട്ടില്ലാത്ത വണ്ടി കയറുന്നു. പിറ്റേ ആഴ്ച പോലീസ് ചീഫ് എന്നെ വീട്ടിൽ വന്ന് വിളിച്ചോണ്ട് പോകും. ആദ്യമായിട്ട് അത് എങ്ങനെ കൊണ്ടുപോകുന്നു. ചിലപ്പോൾ ചെന്നു. ആദ്യത്തെ ദിവസം എങ്ങനെയൊക്കെയോ നീക്കി. 2ാമത്തെ ദിവസം രാത്രിയിൽ കൊല്ലം സ്വദേശിയായിട്ടുള്ള റേസൻ തോമസ് എന്ന് പറഞ്ഞ ദേവദാസൻ, ഒന്നും എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല, അവരെ അവിടെ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്നു. അതിന് ശുശ്രൂഷ തുടങ്ങി ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പം ഫുൾ അറ്റ്മോസ്ഫിയർ മുഴുവൻ മാറി. അത് കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിച്ചിട്ട് ഷെഡ്യൂളിലില്ലാത്ത ഒരു സെഷൻ എല്ലാവരും ആരാധിക്കാൻ വേണ്ടി തിരിച്ചൊരുമിച്ച് കൂടി. അദ്ദേഹം ശുശ്രൂഷിക്കാനുണ്ട്. ഞാൻ കുറേ സമയം നിന്ന് പാട്ട് പാടിയതിനു ശേഷം ഞാൻ പോയി
ചെയറിലിരുന്നു. പെട്ടെന്ന് താൻ പരിശുദ്ധാത്മാവിൽ കുറേ ദൂതുകൾ വിളിച്ച് പറയുന്ന സമയത്ത് അവിടെ ഇരിക്കുന്നവർക്കെല്ലാം മനസ്സിലാവും, ഇങ്ങനെ ഈ പെട്ടെന്ന് വെയിൽ വരത്തില്ലേ, അല്ലെങ്കിൽ പെട്ടെന്ന് മേഘം വരത്തില്ലേ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറ്റ്മോസ്ഫിയർ ചേഞ്ചായി. പിള്ളേരെല്ലാം അന്വേഷണം പറയാൻ തുടങ്ങി. 103 കുഞ്ഞുങ്ങൾ വിത്തിൻ 5 or 6 minutes അഭിഷേകം പ്രാപിച്ചു. അതിനകത്ത് 6 വയസ്സിൽ താഴെ ഉള്ള ഒരു കൊച്ചു പെൺകൊച്ച് സ്റ്റേജിൽ വന്ന് എന്നെ നോക്കി പറഞ്ഞു, ദൂത് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇന്ന് രാത്രി ചിക്കുവച്ചാച്ചൻ്റെ ക്യാൻസറിനെ യേശു അച്ഛൻ സൗഖ്യമാക്കും. വചനം പറഞ്ഞു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും ഡേറ്റിങ്ങിന് പോകുന്നല്ല, തിയേറ്ററിൽ പോയി ചാടുവെന്നല്ല, പ്രവചിച്ചു തുടങ്ങും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. പക്ഷെ നമുക്ക് പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പിള്ളേരെ പ്രവചിക്കാൻ തുടങ്ങുമ്പോൾ പിടിച്ചു. ഇവിടെ അതുകൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിള്ളേരായാലും ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റിയാൽ പിടിച്ചിരുത്തരുത്. പൊട്ടത്തരം പറഞ്ഞാലും തോളെ തട്ടി എൻകറേജ് ചെയ്തോണം. അവൻ പുറത്തു പോയി കള്ള് കുടിക്കുന്നതിനേക്കാൾ സഭയെ വന്ന് പൊട്ടത്തരം പറയുന്നത് നല്ലത്. നിങ്ങൾ എന്നെ കൂടെ ഉണ്ടെന്ന് വേദനിച്ചിട്ടുണ്ട് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിടിച്ചിരുത്തില്ലേ അമ്മേ? ആ കുട്ടി തൂതു വിളിച്ച് പറയുമ്പോൾ ഇരുന്ന കസേര പിടിച്ചിരിക്കാൻ ഞാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. പരിശുദ്ധാത്മാവ് എന്നെ തൂക്കിയെടുത്തെറിഞ്ഞു. 6-7 മീറ്റർ അപ്പുറത്തേക്ക് താഴ്ച താഴ്പോയി. ആ ഡോറിൻ്റെ അവിടെ വന്ന് അടിച്ച് വീണു. ഞാൻ അവിടെ കിടന്ന് ഉരുളാൻ തുടങ്ങി. കുറേ സമയം ഉരുണ്ട് എൻ്റെ വായിൽ നിന്ന് ഒരേ പതയും വരാൻ തുടങ്ങി. ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടാണ് വന്നേ. ഇനിയും എൻ്റെ ലാസ്റ്റ് പ്രോഗ്രാമാണ്, ഇനിയും പ്രോഗ്രാമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല വീട്ടിൽ നിന്ന്. ഇപ്പം എൻ്റെ ലാസ്റ്റ് പ്രോഗ്രാം കാണാൻ വേണ്ടി എൻ്റെ അപ്പനൊന്നും വന്നത്. അനിയൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ തന്നെ എൻ്റെ ചലനമെല്ലാം നഷ്ടപ്പെട്ടു. ഞാനൊരു ശവത്തെ പോലെ കിടക്കും. ഇവൻ എൻ്റെ കവളിൽ ഉമ്മ വന്നിട്ട് അവൻ പറഞ്ഞ്, എൻ്റെ ചേട്ടായി മരിച്ചു. ക്യാമ്പിൽ വന്ന പിള്ളേരെല്ലാം എൻ്റെ ചുറ്റും വട്ടം കൂടി അവരെല്ലാം കരയാൻ തുടങ്ങി. ഫാസ്റ്റർ റൈസും സ്റ്റേജിൽ മുട്ടുകുത്തി കരയാൻ. ആ സമയത്ത് മുംബൈ ദൂത് പറഞ്ഞ കുട്ടി ഓടി വെച്ച് സ്റ്റേജിൽ ചെന്ന് ഫാസ്റ്റർ റൈസ് എൻ്റെ പാൻറ്റി പിടിച്ച് വലിച്ചിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞ് ഇന്ന് രാത്രി സൗഖ്യമാവും. കൊച്ചി ദൂത് പറയാൻ ആ ദേവദാസനെ ആ കൊച്ചിൻ്റെ കയ്യെ പിടിച്ച് എന്നെ ഇടക്കും. എനിക്കോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭയങ്കര പ്രാർത്ഥന. അന്ന് YBC എല്ലാം കൊച്ചു പിള്ളേരാണ്. അവരെല്ലാം നിലവിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൂര്യനേക്കാൾ വിലന്ന വലിയൊരു പ്രകാശം എൻ്റെ മുമ്പിൽ വന്നിരിക്കുക. ആ പ്രകാശത്തിന് തലയുണ്ട്, ആ പ്രകാശത്തിന് കൈകളുണ്ട്, ആ പ്രകാശത്തിന് കാലുകളുണ്ട്. മനുഷ്യ സാദൃശ്യത്തിൽ എനിക്ക് മനസ്സിലായ ലോകം മുഴുവൻ മരണവിധി പ്രസ്താവിച്ചപ്പോൾ എനിക്കൊരു പുതിയ ജീവിതം തരാൻ എൻ്റെ യേശു എൻ്റെ മുമ്പിൽ ഇറങ്ങി വന്നേക്കാം. കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി. മുന്നേ വൈദ്യശാസ്ത്രം ഞാൻ ഉപേക്ഷിച്ചു, എങ്കിലും എൻ്റെ തേജസ്സിനെ ഞാൻ നിന്നെ മേലേക്കും. ഞാൻ നിന്നെ സൗഖ്യമാക്കും. ഞാൻ നിന്നെ പട്ടണങ്ങളിലേക്കും രാജ്യങ്ങളുടെ വാതിലുകൾ ഞാൻ നിനക്ക് വേണ്ടി തുറക്കും. അന്ത്യകാലത്തെ ഉണർവിൻ്റെ വക്താവായി ഞാൻ നിന്നെ നിർത്തും. ഞാൻ ഈ ദൂത് കേട്ടു. യേശു എൻ്റെ നേരെ കൈ നീട്ടുന്നത് ഞാൻ കണ്ടു. പിന്നെ ഞാൻ അവനെ കണ്ടില്ല. ഞാൻ എഴുന്നേറ്റ് അദ്ദേഹത്തെ തപ്പി നോക്കുമ്പോൾ അന്ന് രാത്രി വരെ ഉണ്ടായിരുന്ന എൻ്റെ ശരീരത്തിലെ 40 മുഴകൾ അപ്രത്യക്ഷമായി. 90% വരെ സ്പ്രെഡ് ചെയ്തു പോയ മുഴുവൻ ക്യാൻസർ സെൽസും അന്ന് രാത്രി എൻ്റെ ശരീരത്തിൽ നിന്ന് കരിഞ്ഞുപോയി. എൻ്റെ യേശു അന്ന് രാത്രി ആമേൻ. അവൻ ജീവിക്കുന്നു, അവൻ ജീവിക്കുന്നു, അവൻ ജീവിക്കുന്നു. എത്ര പേര് പറയാം അവൻ ജീവിക്കുന്നു? He's alive. He's alive. ഇതിനകത്ത് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ അതിലോട്ടൊന്നും കയറുന്നില്ല. അന്ന് രാത്രി കർത്താവ് എന്നെ സൗഖ്യമാക്കി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ട്രിവാൻഡ്രത്ത് പോയി ആശ്വസിച്ചെന്ന് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ സൗഖ്യമായി. അവർ ടെസ്റ്റ് ചെയ്തു.
എൻ്റെ കർത്താവ് എന്തെങ്കിലും ചെയ്താൽ അത് പെർഫെക്റ്റ് ആയിരിക്കും. 3 ദിവസം നീളുന്ന ടെസ്റ്റുകൾ പലത് ചെയ്തു. അവർക്കൊരു സെല്ല് പോലും എൻ്റെ ശരീരത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റി. 2007 ഡിസംബർ മാസം 25-ാം തീയതി മലയാള മനോരമ ന്യൂസ് ചാനലിലും 2007 ഡിസംബർ 27-ാം തീയതി മംഗളം ദിനപത്രത്തിൽ ഞങ്ങളുടെ ഫാമിലി പിക്ചർ ഉൾപ്പെടെ വന്ന ഫീച്ചർ, അതിനകത്തെ സാക്ഷികൾ ഞാൻ പറയുന്നത്. എൻ്റെ കർത്താവ് എന്തെങ്കിലും ചെയ്താൽ അത് ലോകം അറിഞ്ഞിരിക്കും. മാത്രമല്ല, അവൻ തിരഞ്ഞെടുത്തവനെ കൊല്ലാൻ ഒരു ക്യാൻസറിനും പറ്റത്തില്ല. അവൻ തിരഞ്ഞെടുത്തവനെ നശിപ്പിക്കാൻ ഒരു ലോകത്തിന് കഴിയില്ല. ആളുകൾ പലതും പറയുന്നതിനും ആളുകൾക്ക് പലതും പറയാൻ വായുണ്ടല്ലോ, അഭിപ്രായം പറയാമല്ലോ, ഇഷ്ടം പോലെ പറയാം. പക്ഷെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി. എനിക്ക് ഈ രാജ്യത്ത് വരാനുള്ള ഒരു യോഗ്യതയില്ല. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന സാക്ഷ്യം നേരെ ബ്രിട്ടീഷ് കൗൺസിലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ ഇപ്പൊ പാക്ക് ചെയ്യും. കാര്യം എൻ്റെ വിസ ചെയ്യാൻ നേരത്ത് പ്രോപ്പർട്ടി കോളത്തിനകത്ത് ഞാൻ എഴുതി ഐ ഹാവ് നോ പ്രോപ്പർട്ടി. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് 6 മാസത്തെ കാണിക്കണം. ഞാൻ 3 മാസം അയാളുടെ അക്കൗണ്ട് തുടങ്ങിയിട്ട് അത് വെച്ചു കൊടുത്തു. VFS ചെന്നപ്പോൾ തന്നെ പുള്ളി ഇതെല്ലാം നോക്കിയിട്ട് എന്നെ ചിരിച്ചു. എന്നോട് ചോദിച്ചു, 14,000 രൂപ വെറുതെ കളയണം. ദേവദാസ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിസ് ഈസ് യുവർ ടൈം, യു ഹാവ് ടു ഗോ. ഞാൻ കൊടുത്തു. അങ്ങനെ അവിടെ നിൽക്കുന്നത് ദൈവം എന്നെ അയച്ചതുകൊണ്ട് മാത്രം. ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയാനും കമന്റ് പറയാനും ഇൻസ്ട്രക്ഷൻസ് തരാനും ഒക്കെ ഒത്തിരി പേര് വരും. But don't care about that. You are a chosen vessel. നീ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രം. ഇന്ന് നിന്റെ പാത്രത്തിൽ കണ്ണുനീര് കാണും. ഇന്ന് നിന്റെ പാത്രത്തിൽ വേർപ്പ് തുള്ളികൾ വീഴുന്നുണ്ടായിരിക്കും. പക്ഷേ നിന്റെ ദിവസം, നിന്റെ പാത്രത്തിൽ നന്മ കൊണ്ട് നിറയുന്നൊരു ദിവസമുണ്ട്. ഇതെന്റെ സാക്ഷിയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്കൊരു ഒരു പാട്ട് പാടാൻ ഞാൻ ഇവിടെ നിർത്തത്തില്ല. ഇവിടെ വർഷം ഒരു പാട്ടോട് പാടും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശ
ബൈബിളിലൊരു അന്നയെ നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന അറിയാവുന്നവരെല്ലാവരും കൈ വെച്ച് ഒരു ഹല്ലേലൂയ. അന്നയുടെ വീട്ടിലൊരാളുണ്ട്, പെനീന. ഒരു ഭയങ്കര സ്നേഹിതൻ. അന്നയെ കാണുമ്പോഴേ പെനീനയ്ക്ക് ദേഹം എല്ലാം ചൊറിയാൻ തുടങ്ങും. അല്ല, നമുക്കങ്ങനെ ചിലരെ കാണുമ്പോൾ പെനീനെ ഇട്ട് കുത്തും. പെനീനയുടെ കുത്ത് സഹിക്കാൻ വരുമ്പം അന്ന ഇറങ്ങി ഓടും നേരെ ആലയത്തിലേക്ക്. ആലയത്തിൽ ചെല്ലുമ്പോൾ ഏലിയുണ്ട് അവിടെ. ഈ പിള്ളേരെന്ന് പറഞ്ഞാൽ യാഗം കഴിക്കാൻ വേണ്ടി കൊണ്ട് വെച്ച പോത്തെല്ലാം എടുത്തുകൊണ്ട് ബാർബക്യൂ നടത്തുന്ന പിള്ളേര്. അങ്ങനെ വഴിയിൽ ഒരു പെണ്ണിനെ കാണാൻ സമ്മതിക്കത്തില്ല. അത് കൂടുതൽ പറയണ്ടല്ലേ. അപ്പം ഈ പുള്ളിയുടെ മക്കളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് പുള്ള വിചാരം എല്ലാവരും ഇങ്ങനെയാണ്. കാര്യം പുള്ളിയുടെ മക്കൾ നേരെ നിൽക്കുന്ന കണ്ടിട്ടില്ല, ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടില്ല. നിങ്ങളുടെ മക്കൾ എങ്ങനെയാലും വന്നു വല്ലവരുടെയും പിള്ളേർ അങ്ങനെയാണെന്ന് വിചാരിക്കില്ല. അവർ ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോഴല്ല നല്ലതായിരിക്കും. ഏലിയുടെ നിന്ന് ഇവളെ കരയിപ്പിക്കും. പെനീനയുടെ കുത്ത് ഇവളെ ആലയത്തിലേക്ക് ഓടിക്കും. ഏലിയുടെ നിന്ന് ഇവളെ കരയിപ്പിക്കും. പക്ഷെ അവിടെ ഒരത്ഭുതം സംഭവിക്കാനുണ്ട്. പെനീനയുടെ കുത്ത് അധികം, ഏലിയുടെ നിന്ന സമം. ദാൻ മുതൽ ബേർഷേബ വരെ പ്രവചിക്കുന്ന രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന ഒരു ക്ഷേത്രം. ഇന്ന് നീ അനുഭവിക്കുന്ന കുത്ത് അധികം, നാളെ നീ അനുഭവിക്കുന്ന നിന്ന സമം, മറ്റന്നാൾ നിന്റെ കയ്യിൽ വരുന്ന ശമുവേൽ. ദൈവം നിന്നെ നിന്ദിക്കാൻ എന്നും വിട്ടുകൊടുക്കത്തില്ല. ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരിറക്കം ഉള്ളതുപോലെ ഒരു നിന്ന ഉണ്ടെങ്കിൽ ഒരു നല്ല കാലമുണ്ട്. നിന്റെ ദുഃഖം സന്തോഷമായി മാറി. യൂട്യൂബിൽ കണ്ടിട്ടിരിക്കുന്നവരാണ്. എന്നാലും നേരിട്ട് കണ്ട് നമുക്ക് ഒന്നിച്ച് ദൈവത്തെ സന്തോഷമുള്ള ദൈവത്തിൽ